എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സലാമുൻ അലൈക്കും. സ്പെഷ്യൽ വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ചില ആൾക്കാർ ഞാൻ തുർക്കിയിൽ ചെയ്യുന്ന പണി എന്താണ്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് ചൂടുണ്ട്, പക്ഷെ എങ്ങനെ പിടിക്കാം ചൂടാണെങ്കിലും, കാരണം തണുപ്പാണ് മക്കളെ. ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. തുർക്കിയിൽ ഞങ്ങളിവിടെ ഒരു മാർബിൾ എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് എന്തും നാട്ടിലേക്കും പിന്നെ ചൈനയിലേക്കും അയക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫീൽഡ് മാർബിൾ ബ്ലോക്സാണ്, ഈ കാണുന്ന ബ്ലോക്സ്. അപ്പോൾ തുർക്കിയിൽ ഈ സാധനം കുറച്ച് ചീപ്പായിട്ട് കിട്ടും. ഞങ്ങൾ ചൈനയിലേക്ക് അയക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇതേപോലെ ബ്ലോക്കുകൾ നാട്ടിലേക്ക് എത്തിച്ചു തരും. ഇതൊരു സ്പൈഡർ ഡിസൈനുള്ള ബ്ലോക്കാണ്. ഇതിപ്പോൾ നമ്മൾ ചൈനയ്ക്ക് അയക്കാനുള്ളതാണ്. ഒരു 25 ബ്ലോക്ക് ഈ കോറിയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഞാൻ കോറി, ഇവിടുത്തെ പണികൾ, അങ്ങനത്തെ കാര്യങ്ങൾ 2 കോറി പോകണമെന്ന്. നിങ്ങൾ കൊന്യ പ്രൊവിൻസിലെ ബെയ്ഷേർ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു മലയാണിത്. ഇവിടെ മഞ്ഞ കണ്ടില്ലേ, മല നിറച്ച് മഞ്ഞാണ്. ഞങ്ങളുടെ ബോസ് അങ്ങനെ ചൈനീസൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മാർബിൾ കോറിൻ്റെ സെറ്റപ്പ്, ഇവിടെ എല്ലായിടത്തും മാർബിൾ ബ്ലോക്കാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. നമുക്ക് ഒരു തുർക്കിഷ് ടീ കുടിച്ച് കണ്ട് പരിപാടി തുടങ്ങാം. തുർക്കിഷ് ടീ ആണ് ബോസേ, തുർക്കിഷ് ടീ. പഞ്ചാരല്ലാത്ത ടീ ആണ്. ചെറിയ കയ്പുണ്ട്, പക്ഷേ ഈ ചൂടത്ത് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഈ തണുപ്പത്ത് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നത്, ഇപ്പോൾ എൻ്റെ 2ാമത്തെ വരവാണ് ഈ കോറിയിൽ. വിറച്ചിട്ട് കയ്യും കാലും ഭയങ്കര തണുപ്പാണ്. ഇതിപ്പോൾ മഴക്കാർ ഇങ്ങനെ മൂടിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. മഴ പെയ്ത് കഴിഞ്ഞാൽ പെരുന്തണുപ്പാവും. പിന്നെ ഈ മലൻ്റെ മുകളാകുമ്പോൾ എക്സ്ട്രാ ഒരു തണുപ്പും കൂടി ഉണ്ടാവും. ഈ മലൻ്റെ മുകളിലത്തെ മഞ്ഞൊന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ, പെരുന്തണുപ്പാണ് ഈ മലൻ്റെ മേലെ. ഈ മലയിൽ പ്രത്യേകത ഉണ്ട്. ഈ മലയിലൊരു പ്രത്യേകതരം കൂണ് ഉണ്ടാവും. അപ്പോൾ ഈ കൂണ് എന്താ മാർക്കറ്റിൽ 5000 കിലോ 5000 6000 ഒക്കെയാണ് തുർക്കി മാർക്കറ്റിൽ വില. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറച്ചും കൂടി കൂടും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കൂണാണ്. അപ്പം ഞാനിവിടെ പരിപാടി കാണിക്കാം. അപ്പോൾ ഒരു അടിപൊളി കാറ് കിടക്കുന്നുണ്ട്. ഇതെന്താ പട്ടിയല്ല, പശുവാണ് തോന്നുന്നത്. എന്തോന്നാണ് അത് കാണാനിങ്ങനെ ഭയങ്കര വലിപ്പവും ഗൗരവം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഒരു വസ്തുവിന് ഈ സാധനത്തിനെ പറ്റില്ല. ഒന്ന് കുരയ്ക്കുക, ഒന്ന് ആളാനെങ്കിൽ നടക്കുക, ഒരു പരിപാടി ആണെന്നും ചെയ്യില്ല. എപ്പോൾ വരുമ്പോഴും ആശ ഉറങ്ങണം, ടയേർഡാണ്. രോമം കൂടുതലാണ്, തണുപ്പ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാം. ചായ കൂടി കഴിഞ്ഞു. ഇവിടെ എല്ലായിടത്തും ചായ ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ, തുർക്കിയിൽ ആദ്യം വരുന്ന സമയത്ത് ചായ വല്ല കുടിക്കില്ലായിരുന്നു. അപ്പോൾ ഇവരെ വിചാരം എന്താ വെച്ചാൽ, ഇവരെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഇവരോട് തെറ്റി, അല്ലെങ്കിൽ ഇവരോട് മുണ്ടൂല, ഇവരോട് എന്തോ ദേഷ്യം നമുക്കുണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കും അവർ. എന്നിട്ട് ഇവരെ നമ്മൾ മാറ്റിക്കൊണ്ടേങ്ങാണ്ട് സംസാരിക്കും. ജമാൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. അപ്പോൾ ഞാൻ ഒന്നും മനസ്സാവാച കർമ്മണ ഞാനൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യും, ഒഴിഞ്ഞു കൊണ്ടുപോയിട്ട് ജമാൽ വാ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പോൾ എന്താ ഏട്ടാ, നമ്മളിവിടെ ആബി എന്ന് പറയും, ചേട്ടാ വിളിക്കുന്നത്. കാരണം എന്താ ആബി അപ്പോൾ പറയും, എന്താ എൻ്റെ ചായ കുടിക്കാൻ? ഞാൻ ആകെ സങ്കടത്തിലായി, ഭയങ്കര പ്രശ്നമാണ്. ആള് ഓണായിട്ടോ, സംഭവം ആള് നീച്ചടക്കുന്നുണ്ടെന്ന് മനസ്സിലായിപ്പോൾ. അപ്പോൾ ഏതായാലും അങ്ങനെ ഭയങ്കര ഒരു ചായ ഇവിടെ ഒരു സംഭവമാണ്. ചായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. തുർക്കികൾ മിനിമം ഒരു ദിവസം 5 ചായ കുടിക്കുന്ന കണക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയണത്. ചായയും സിഗരറ്റും ഇല്ലാതെ അവർ ജീവിക്കില്ല. സിഗരറ്റ് പിന്നെ വലിക്കണോണ്ട് പിന്നെ പറയാൻ പറ്റില്ല, തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഈ തണുപ്പത്തല്ല ജീവിക്കണത്. ഞാൻ ഈ സിറ്റിയിലാണ്, കൊന്യ പ്രൊവിൻസിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇപ്പോൾ ഇസ്പാർത്ത എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഇസ്പാർത്ത അതേമാതിരി ആപ്പിളിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ആപ്പിളൊക്കെ വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആപ്പിൾ ഇതേപോലെ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ്. ഈ 2 സ്ഥലത്തും -20, 15 വരും. അപ്പോൾ ഒരു സിഗരറ്റൊന്നും ഇല്ലാതെ ഒരാൾക്കും പിടിച്ചിരിക്കാൻ കഴിയില്ല.
അപ്പോൾ ഇവരങ്ങനെ ശീലിച്ചു പോയി. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും, കുട്ടികളും മക്കളും വലിയവരും വയസ്സായവരും ഒക്കെ വലിക്കും, ചായയും കുടിക്കും. ഇതൊക്കെ ഞങ്ങളെ പണിയായുധങ്ങളാണ് രാജാവേ. Taş mı var? Burada bir taş var da öbürleri deliklemiş amına koyayım ya. Bir tane pompa yeter mi? Şeye mi? Taşa mı? Bir tane taş yeter ona bakalım. ഈ സാധനമില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അവിടെ ചിലപ്പോൾ ചളി ഉണ്ടാവും, വൃത്തിയായിട്ടുണ്ടാവും, ആകെ പ്രശ്നമാണ്. ഞങ്ങൾ ഓഫീസിലും അല്ല ഇരിക്കില്ല. ഓഫീസ് കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഓഫീസ് വളരെ അപൂർവമായിട്ട് ഞങ്ങൾ ഇരിക്കാറുള്ളൂ. എപ്പോൾ ഫീൽഡ് കൂടെ. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ചൈനക്കാരൻ്റെ സ്റ്റോൺ നോക്കാൻ വന്നതാണ്. ഇപ്പോൾ ഇവർ ഒന്ന് പൊട്ടിച്ചിരിക്കണം. അപ്പോൾ അവരത് കയറ്റി വിടും. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ ആ സ്റ്റോൺ എന്ത് ചെയ്യും, നമ്മൾ സ്പ്രേ അടിച്ചിട്ട് എവിടെയെങ്കിലും പൊട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. കാരണം അവർ കോറയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പൊട്ടാനും ബുദ്ധിമുട്ടുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഈ ജാക്കറ്റ് കഴിഞ്ഞ അവിടെ ഡെക്കാത്തലോൺ വാങ്ങിച്ചാണ് നാട്ടിൽ നിന്ന്. ഒരു പറഞ്ഞു ബാംഗ്ലൂരിൽ വാങ്ങിയതാണ്. 0 ഡിഗ്രി വരെ ബാലൻസ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ അവിടെ കൂടെ വന്നപ്പോൾ 0 ഡിഗ്രി -1 വരെ കണ്ടു. -1 വരച്ച് ഇരിക്കുകയാണ്. സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, ബബ്ബ അടിക്കുന്നു. നീ സ്റ്റോൺ ഉണ്ടല്ലോ, ബ്രഷ് വേണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ അവിടെ ചൈനക്കാരൻ വന്ന് കണ്ട് മാർക്ക് ചെയ്ത് പോയതാണ്. ഇതാണ് നമ്മുടെ ബ്രാൻഡ് എലമെൻറ്റ് മാർബിൾ. അപ്പോൾ XF ഇങ്ങനെ ഒരു 25 സ്റ്റോൺ ഇവിടുന്ന് വാങ്ങിച്ചിരുന്നു ഞങ്ങൾ. അപ്പം ഇനി ഇതെന്ത് ചെയ്യണം, ഇതൊക്കെ ക്ലിയർ ചെയ്ത് നോക്കണം. ഇത് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനൊക്കെ പുറത്തേക്ക് വരും. സ്റ്റോൺ അങ്ങനെ നോക്കുക. ഇതൊരു 20 ടണ്ണിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ഈ സ്റ്റോണ്. ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നോക്കണം. ചില സ്ഥലത്ത് ഇവരെന്ത് ചെയ്യാറോ, ചില ആൾക്കാർ എല്ലാവരും ചെയ്യൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അറിയുന്ന കോറിക്കാരാണ്. ഇവരങ്ങനെ പറ്റിക്കൊന്നുമില്ല. നമ്മളെ അണ്ടറിലുള്ള ആൾക്കാരാണ്. നമ്മളെ അടുത്ത് ഒരു 40 കോറിയുണ്ട്. അതിൽ ഒരു 17 കോറി വരെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ണും ചിമ്പി വാങ്ങാം. അതിൽ പെട്ടൊരു കോറിയാണിത്. ഇതിന് ക്ലീൻ ചെയ്തത് ചില ആൾക്കാർ പൊട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാറ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു പൊട്ടുണ്ടെന്ന് വിചാരിച്ചോ, പൊട്ടല്ല, അത് ഇങ്ങനെ ഒരു ഇതാണോ, പൊട്ടിൻ്റെ കുറച്ച് ചളിങ്ങനെ താരി തേച്ച് വെക്കും. വില്ലന്മാരാണ് ചില ആൾക്കാർ. നോക്കാനറിയാത്ത ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടു. കണ്ട ബോസ് ഇതിങ്ങനെ അടിച്ച് നോക്കുമ്പോൾ എവിടെ പൊട്ട് എവിടെ സീന് ഒക്കെ ഇങ്ങനെ കാണാം. ഇതതിന് പ്രത്യേക ഒരു സ്പ്രേ അടിക്കാനുള്ളൊരു ടൂളാണ്. നല്ല ഇത് സ്പൈഡർ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ടോ. ഇതൊക്കെ ശരിക്കും ഇന്ത്യയിൽ നല്ല സെല്ലാണ് ഒരു ഐറ്റാണ്. ഇത് ഒന്ന് ജെല്ലൊക്കെ അടിച്ച് കണ്ട് സെറ്റപ്പാക്കി എടുത്തുണ്ടല്ലോ, കിഡ്ലോസ്കിയോ. സ്പ്രേ അടി കഴിഞ്ഞു, സ്റ്റോണൊക്കെ ഓക്കെയാണ്. ഇനി അണ്ണൻ്റെ പോവാണ്. ഇവര് മറ്റേ KGF വൈബാണ് ഇവിടെ ജോലിയിൽ. നല്ല അടിപൊളി കാറുകളൊക്കെ വരും. Abi çok acıymış ya biber. Ayıp dursa mesela biber çok acıymış. Sen evde mi yedin acı biber? Yok abi dün havalimanı yolunda dedim ya. ഞാൻ ഭയങ്കര താല്പര്യം എടുത്ത് ചെയ്യുന്ന ഒരു ജോലിയും കൂടിയാണ്. ഞാൻ കുറേ ഈ ഓഫീസ് ജോലി 2.5 വർഷം ചെയ്ത് എനിക്ക് മടുത്തപ്പോൾ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഇങ്ങോട്ട് വന്നത്. Allah yardımcısı olsun öyle. എനിക്ക് നല്ലൊരു വൈബിലെ പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യണോണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാലും സമാധാനമായിട്ട് വൈകുന്നേരം വീട്ടിലെത്തി നമ്മുടെ സുഖമാണ് വർക്ക് ചെയ്യാനൊക്കെ. ഇവിടെ നമ്മളെ കോറി Yurdun orada. Neyse. Orada da manyak acı diye bir menü var. മഞ്ഞൊക്കെ Tavanları sayıyor. ഇവരെ ഇപ്പോൾ എന്താ സംസാരിക്കണോ, ഇവർ കഴിഞ്ഞ ദിവസം എന്തോ ഒരു മുളക് നിൽക്കണം. അപ്പോൾ ഈ തുർക്കിഷ് കുസീനിൽ മുളക് വല്ല. അപ്പോൾ ഇവർക്ക് എരിവുള്ള ഭക്ഷണം തീരെ താല്പര്യമില്ല. ഇതാണ് മക്കളെ കോറി. ഇത് തുർക്കിയിലെ ഒരു മീഡിയം കോറിയാണിത്. ഇതിൻ്റെ വലിയൊരു കോറിയൊക്കെ ഉണ്ട്. ഗോക്സല് നമ്മളെ ഒരു ബോസ് ഉണ്ട്, മൂപ്പരടുത്തുള്ള കോറിയൊക്കെ വലിയ കോറിയാണ്. എൻ്റെ തമ്പനയിൽ ഞാൻ ആ കോറിಯನ್ನು എടുത്താണ് ഈ വീഡിയോൻ്റെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മാർബിൾ എങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നൊക്കെ. ഇവിടെ കട്ട് ചെയ്യുന്ന പരിപാടി നടക്കുന്നുണ്ടാവും.
അവർ പുതിയ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പളുങ്കാണ്, ഇതൊക്കെ പളുങ്ക് കട്ട് ചെയ്ത് കണ്ട് വീട്ടിലൊക്കെ വിരിച്ചാൽ വേറെ ലെവലാവും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നുകൊണ്ട് മാർക്ക് ചെയ്ത് പോയ സ്റ്റോണൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇനി അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ 7ാമത്തെ നമ്പർ പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 7ാമത്തെ നമ്പർ നോക്കാൻ വന്നതാണ്. പിന്നെ നമ്മൾ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഇവിടുത്തെ പണിക്കാരാണ് അവിടെ ഇരിക്കണത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടുന്ന് ഒരു സ്റ്റോൺ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിനി ഇവിടുത്തെ മാന്തി ഇപ്പം ഈ കല്ലില്ലേ, അപ്പോൾ അവിടെ ഒരു മാർബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർബിളല്ല, അതിങ്ങനെ ഒരു കട്ട് ചെയ്ത് കണ്ട് അവിടുന്ന് മാറ്റും. അത് വേസ്റ്റിക്ക് പോവും ഈ ഭാഗങ്ങൾ. പിന്നെ അവിടുന്ന് പിന്നെ അതേപോലെ നല്ല ക്യൂബ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് നല്ല ടയറിന് നല്ല ചെയിനൊക്കെ ഇട്ടുകൊണ്ട് ഇതിലെ പോകണം. നമ്മൾ ഈ കാശ്മീരിലും ലഡാക്കിലൊക്കെ പോകുമ്പോൾ വണ്ടിക്ക് ചെയിൻ ഇടൂലേ ടയറിന്, അതേപോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുക. കാരണം ഇവിടെ ഒരുപാട് മഞ്ഞ് പെയ്യും, പിന്നെ ഈ ചളി കൂടെ സ്ലിപ്പാവാതൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കോറികളൊക്കെ ഭയങ്കര സീനാണ്. ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ചെക്കിങ്ങൊക്കെ നടക്കും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡേഞ്ചറാണ്, നല്ല ഫൈനും കിട്ടും ഇവിടെ. മാർബിൾ കട്ട് ചെയ്യണത് ഇവിടെ ചെറിയ ഇതുണ്ട്, മെഷീൻ ഉണ്ട്, അത് കാണിച്ചാൽ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അതിന് ഡയമണ്ട്സ് ഉണ്ടാവും. ആ ഡയമണ്ട് അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. വൺ ഡേഞ്ചറാണ്. ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം മെഷീനൊക്കെ ഓഫാക്കാൻ പറയും. മെഷീൻ ഓഫാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഷൂട്ട് കണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ചളിയിൽ കടന്ന് കണ്ട് വെരി ബ്യൂട്ടിഫുൾ ആവും. നിങ്ങൾ ചോദിക്കും എന്താണ് എൻ്റെ പരിപാടി? കാരണം ഞാൻ വ്ളോഗ് കൊടുത്ത് കണ്ട് നടക്കുന്നില്ലേ. അപ്പം എൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവരെ ഡീൽ ചെയ്യലാണ് എൻ്റെ പണി. ഇവരിപ്പോൾ ബോസ് ചൈനീസൊക്കെ സംസാരിക്കും. ചൈനീസ് നല്ല ഫ്ലുവൻ്റ് ആണ്. ഇവർ ചൈനയിൽ പഠിച്ചാണ്. 10-15 വർഷമായി ചൈനയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യക്ക് ഒരു 3-4 വർഷമായിട്ട് പരിപാടി ഉണ്ട്. തുർക്കിഷിട്ടാ ഞങ്ങളുടെയാണ് നമ്മളെ മാർക്ക് ചെയ്ത് പോയ XF എലമെൻറ്റ് മാർബിൾ. ഇതിങ്ങനെ കട്ട് ചെയ്ത് വൃത്തിക്ക് ഇങ്ങനെ എടുത്തു തരും അവർ. कट मतलब ഇത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ abi bunu parçalamak için kaç saat gerekiyor? Saat mi? Aha yani şu bir günde bir saat Bir saat alır ya. Ha ഒരു മണിക്കൂർ എടുക്കുള്ളൂ. Bir saate varmaz da bir saat ya varmaz ya. ഒരു മണിക്കൂർ വരെ എടുക്കൂല. അതിങ്ങനെ ഈ സാധനം കട്ട് ചെയ്തെടുക്കാം. മറ്റേതാണെങ്കിൽ കുറേ സമയം എടുക്കും. ഇതാണ് ഇതിൻ്റെ എന്താണ് സീനായിട്ടുള്ള സാധനം. ഏത് tamam ben çalıştırıyor zannettim. Okey. Söyleyin de uzak gitti. Tamam. ഈ സാധനമല്ലോ ഇതിന് ഡയമണ്ട്സ് ഉണ്ട്. ഡയമണ്ടാണ് abi bu şey diamond nerede burada? Diamond. Bunlar diamond. കണ്ട ഈ സാധനം ഡയമണ്ടാണ്. ഇതാണ് നമ്മൾ ബുള്ളറ്റിലെ ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നായിട്ട് ഊരി വരും. എന്നിട്ട് ബുള്ളറ്റ് തറച്ച് കയറുന്ന സ്പീഡിലേക്കാണ് കയറുക. അതിന് ബോസ് പറയുന്നുണ്ട്. ബോസിൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ഇതേപോലെ കോറിയിൽ വർഷങ്ങൾക്ക് മുന്നേ ഓൻ ജോലി ചെയ്ത സമയത്ത് ഇതേപോലെ ഈ സാധനം പൊട്ടിയിട്ട് അന്ന് ഓരെല്ലാവരും ഒരു കോറിയിൽ വർക്ക് ചെയ്യണം. ഇവരൊക്കെ ഒരു കോറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവന് പിന്നെ എന്ത് ചെയ്തു, ചൈനയിൽ പോയി അവൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞ് പിന്നെ ചൈനയിൽ കുറേ ബിസിനസ് നടത്തി. അങ്ങനെ സ്വന്തമായിട്ട് ഇവർ രണ്ടാൾക്കാർ കൂടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയാണ് ഈ എലമെൻറ്റ് മാർബിൾ. അപ്പോൾ ആ ചങ്ങായി മരിച്ചു. അതായത് 2 ബുള്ളറ്റ് കയറിയിട്ടുള്ളതാണ്. 2 ബുള്ളറ്റ് കയറിയപ്പോൾ തന്നെ ആൾ കാലിയായിപ്പോയാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്നത് ഈ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇതിൻ്റെ അടുത്ത് പോയരുത്. ഞങ്ങൾ പറയും മെഷീൻ നിർത്താൻ, അപ്പോൾ മാത്രം ഇതിൻ്റെ അടുത്ത് വന്നാൽ മതി അറിയുന്നത്. ഞാനല്ലെങ്കിൽ വല്ലാതെ ഇറങ്ങലൊന്നുമില്ല അങ്ങോട്ട്. കാരണം നമ്മളെ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഇറങ്ങി വരില്ല.
അവർ കൂടുതലും എന്ത് ചെയ്യും, സ്റ്റോണ് മേലെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ, അവിടെ നിന്നിട്ട് അവിടുന്ന് ഫോട്ടോ വീഡിയോ പിന്നെ മാർക്കിങ് ഈ പേരൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ പോകാതെ ചെയ്യാം. ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും അവർ ഇറങ്ങി വരില്ല. ഇത് വലിയ കോറിയാണ് കണ്ട. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന സമയത്ത് ചോദിച്ചു നോക്കി, ഇത് ഇപ്പോൾ 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കോറിയാണ്. ഇവർ പറയണേ ഇനിയൊരു 6-7 വർഷം എന്താണ് മൈൻ ചെയ്യാനുള്ള സ്റ്റോൺസ് കൂടെ ഉണ്ടെന്നാണ് അവർ പറയണേ. വലിയ കോറി. അപ്പോൾ ഒരു വർഷം കോടികൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടാവും ഇവർ ഈ ഒറ്റ കോറിയിൽ നിന്ന്. ഗൈസ് ക്യാൻറ്റീനിലെത്തി, ഇനി കുറച്ച് ഫുഡ് ആയിക്കട്ടെ. മതി മാർബിൾ വിറ്റത്. ഇന്ത്യ കുറച്ച് സാധനങ്ങൾ ഡീലാക്കിക്കണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചോറുണ്ടാവില്ല. എനിക്കങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ തുർക്കിയിൽ വന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ സാധനത്തിൽ കടന്നു. ഇതാണ് ഇവിടുത്തെ ചോറ്. ഇവിടെ ചോറിന് പകരം വലിയ സാധനമായി ബ്രെഡ്. ദിസ് ഈസ് ടർക്കിഷ് ബ്രെഡ്. അപ്പോൾ ഇത് സൂപ്പ്, ചിക്കൻ സൂപ്പ്. ഇത് യോഗട്ട്. പിന്നെ ഇത് ഇവിടുത്തെ കെമാൽ പാഷ ശക്കർപ്പാര ഒരു സ്വീറ്റ്. പിന്നെ അതിൻ്റെ കൂടെ മുളക്, പിന്നെ ഇത് മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ പറയാ, ബ്രിഞ്ചലോ എന്താ പറയുന്നത്, അത്, തക്കാളി, പിന്നെ കിഴങ്ങ്. പിന്നെ ഇവിടെ കൈ കൊണ്ട് കഴിക്കണ പരിപാടി ഇല്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കണത് ഞാൻ നിങ്ങൾക്ക് മനോഹരമായിട്ട് കാണിച്ചു തരാം. പിന്നെ മുന്നേ കുറച്ച് ഇല ഉണ്ട്. ആ ഇല എന്താ അറിയോ, ചീരയാണ്. നമ്മൾ ക്യാമറ ഇങ്ങനെ വെക്കും, കൈ ഇങ്ങനെ മടക്കും, എന്നിട്ട് ഇങ്ങനെ തുറക്കും, എന്നിട്ട് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആകും ഈ സാധനം. പീസ് എടുത്തിട്ട് ബിസ്മില്ലാ പറഞ്ഞിട്ട് ഒരു മുക്കും. അപ്പോൾ ഒരു സുഖം കിട്ടും. ബിസ്മില്ലാ. ഇതിൻ്റെ ഉള്ളൊരു സ്പൈസോ ഒന്നുമില്ല. ഒരു തക്കാളി പേസ്റ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഉപ്പുണ്ട്. സ്പൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മുളക്, ഉപ്പ് വേണമെങ്കിൽ വേറെ ഇടാം. പിന്നെ ഇത് പല്ലിക്കുത്തിയാണ്, പിന്നെ കുരുമുളകിൻ്റെ വൈറ്റ് പെപ്പർ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് സാധനം കഴിക്കാം. രക്ഷയില്ല. Çok iyi. Very good. Çok iyi ama very good. Abi ikinci taşı niye atmadınız? İkinci taşı atacağız şimdi. İğne de bulmuştum. Cemal? İkinci taşı niye atmadın? İkinci taş da hep konteyner var. Onu at. Onun ölçü gelmedi ki ben atarken. Var. Kötü mü? Ha, tekrar atar, tekrar şey yaparız. Niye da? Kerenge. ഈ കിഴങ്ങ് തന്നൊരു വൈബ് ദുന്യാവിൽ സാധനം എനിക്ക് തരില്ല. അടിപൊളി കിഴങ്ങാണ്. ഇത് വേണം. നല്ലൊരു വെട്ടി പോന്നു. ഫുഡ് കിട്ടുന്ന ഫുഡ്. ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഇതേപോലെ ഇന്നിപ്പോൾ ഇവിടെ 2 മണി വരെ ഇവിടെ നിൽക്കണം. 2 മണി കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഇവിടെ കാരണം മഴ ആയതുകൊണ്ട് റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ കസ്റ്റമേഴ്സ് അല്ലേ, ഇവരെ സ്റ്റോൺസൊക്കെ വിൽക്കുന്നത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ നല്ലോണം സൽക്കരിക്കും. നല്ല ഭക്ഷണം തരും. പിന്നെ പൊതുവെ തുർക്കികൾ ഭക്ഷണം കൊടുക്കണ കാര്യത്തിൽ വേൾഡ് നമ്പർ 1 ആണ്. അതായത് ഞാനൊരു ഫോറിനറായിട്ട് എൻ്റെ കാണുന്നില്ല. അവിടെ ഇരിക്കും, സംസാരിക്കും, വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ വേണ്ടത് വെച്ചാൽ നിറച്ച് തരും. പിന്നെയും ഇങ്ങനെ തള്ളിയും കൊണ്ട് വെക്കും. പക്ഷേ ഞാൻ കഴിയൂല. കാരണം ഫുഡ് കുറച്ച് ഹെവി ആവും. കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മളെ ഇന്ത്യക്കാർക്ക് വയറുന്നറിയും. ഇപ്പം ഞങ്ങൾ പുതിയൊരു കോറിയയിൽ വന്നിട്ടാണ്, ചിച്ചിക് മെർസ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെയാണ്. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വണ്ടിയാണ്. ഇതേപോലെ തന്നെ ഫോർഡിൻ്റെ വേറെ വണ്ടിയും കൂടി ഉണ്ട്. പക്ഷേ ഇതും ഫോർഡിൻ്റെ വണ്ടി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഉണ്ട്. അത് അടിപൊളി വണ്ടിയാണ്. അത് നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുക. വലൈക്കും സലാം. മാനേജർ വന്നു.
ആരൊക്കെ വന്നിക്കണ്, ആരൊക്കെ ഇപ്പം നമ്മളിവിടെ കാണുന്നത്. നമ്മളെ ചൈനക്കാരുടെ കുറച്ച് സ്റ്റോൺ ഉണ്ട് ഇവിടെ. അത് താഴത്തേക്ക് ഇറക്കിക്കണോ നോക്കാൻ വേണ്ടി വന്നതാണ്. Selamun aleyküm. Ve aleyküm selam. Cemal. Merhaba kardeşim. ദോസ്താണ്. Mehmet. ഞങ്ങൾ സ്റ്റോണൊക്കെ അവിടെ ഇറക്കി വെച്ചിരിക്കണം. അവിടെ കണ്ടോ, എലമെന്റ് മാർബിൾ, ചിച്ചക് മരസാൻ, ലിയാബി, ചൈനീസൊക്കെ കാണാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. കണ്ടോ 1 2 3 4 5 എല്ലായിടത്തും കോറിയാണ്. ഇവിടെ 6. ഇവരൊക്കെ നമ്മളെ പരിചയക്കാരാണ്. ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് സ്റ്റോണാണ് ഉണ്ടാകുക. പക്ഷേ ഇപ്പം നമ്മൾ എന്താണ് സ്പൈഡർ ഡിസൈനിലുള്ള സ്റ്റോണുകളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ടൈപ്പിൽ 2 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയ ആൾക്കാരും ഇവരടുത്ത് 2 ആളത്തും ഇതാണ് സ്റ്റോൺ. ഇത് മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. ജെല്ലൊക്കെ ഇട്ടുകൊണ്ട് മിനിക്കാണ്. ഇവർ പറയണ ഇന്ത്യക്കാർക്ക് ജെല്ലിട്ടുകൊണ്ട് മിനിക്കാൻ പറ്റും കുറച്ച് പരാജയമാണ്. ചൈനക്കാർ അത്ര വയ്ക്കില്ല എന്ന് പറയല്ലോ. ഇതാണ് സാധനം. 2.5 ഇഞ്ചാണ്. KGF നമ്പർ 2 പരിപാടി നടക്കുന്നുണ്ട്. ഈ സാധനം വെള്ളം ഇല്ലെങ്കിൽ അതിൻ്റെ മോനെ ചത്തുകളുണ്ട്. അവിടെ ചെറിയൊരു ഗ്രാമം കാണുന്നുണ്ടോ? ഇവിടുത്തെ ഗ്രാമങ്ങൾ ചെറിയ ഇതാകും. ഒരു 20 ഫാമിലിയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടാമ്പൽ തന്നെ ഉണ്ടാവും ഒരു 100-400 ഫാമിലി. ഇവിടെ അങ്ങനെയല്ല, ചെറിയ ചെറിയ വീടുകളുണ്ടാവും. മഴക്കാലം വരുന്നുണ്ട്. ഞങ്ങളെ കല്ലുണ്ട് താഴെ. അത് ഇന്നലെ ആ കോറിയിലായിരുന്നു. ഇന്നലെ ഒരു 5-6 ദിവസം മുമ്പേ അത് താഴെ കൊണ്ടു വെച്ചിരുന്നു. അപ്പോൾ താഴെ കൊണ്ടുവരുമ്പോൾ ചില തട്ട് ഒക്കെ ഉണ്ടാവും. അത് നോക്കാൻ വന്നതാണ്. ഇപ്പോൾ ഈ വെള്ളമടിച്ച് നോക്കല് നാട്ടിൽ നോക്കിയ പോലെ. കാരണം അവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഇവിടെ വെള്ളമില്ല, പൈപ്പില്ല. ഇപ്പോൾ ബോസിൻ്റെ ശിഷ്യൻ, പിന്നെ ഈ കോറിൻ്റെ മാനേജർ, അത് വൈപ്പറും പിടിച്ച് നടക്കുന്നത്. ആശാന് അടിപൊളിയാണ്. വന്നപ്പോൾ തന്നെ ഒരു 2-3 ചായയൊക്കെ എടുത്തു. ചായ കുറേ കുടിച്ചെന്ന്. ചായ തുർക്കിയിൽ വന്നാൽ കുടിച്ച് മതിയാവും. പിന്നെ അത് പറ്റൂല എന്ന് പറയാനും മടിയാണ് നമുക്ക്. പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്ക് സങ്കടമാവും, ടെൻഷനാവും, ആകെ വിഷയമാണ്. ഞങ്ങൾ വന്ന സമയത്ത് വാങ്ങുമ്പോൾ ഈ പീസൊക്കെ ദിമ്മല്ലാണ്. ഏതൊക്കെ പീസ് ദിമ്മല്ലാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങാൻ വന്ന ആളുണ്ടല്ലോ ചൈനക്കാരൻ, അയാൾ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചാണ് ഈ ക്യൂബൊക്കെ. ഈ സ്റ്റോണൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് കട്ടാണ് പറയുക. ഇത് അതേപോലെ ഫിനിഷാക്കി വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്തങ്ങാണ്ട് മാർബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഫിനിഷിങ് ആവും. അതൊക്കെ നല്ല ഡിസൈനുമാണ്, ഭംഗിയുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ അയ്യൻ്റെ മോനെ, ഇതിപ്പോൾ ചൈനക്കാരൻ മാർക്ക് ചെയ്ത് പോയതാണ്. ഇനി ഈ സാധനം ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യും. ഈ പീസ് വേണ്ട. ഇത് അതേപോലെ മാർക്ക് ചെയ്തതായിരുന്നു, അത് കട്ട് ചെയ്തു. ആരും മാർക്കണ്ടല്ലേ. അങ്ങനെ ആ കല്ലും ഫിനിഷ്കോ ഓഫീസിൽ വന്ന് ഇരിക്കണം. അടുത്ത ചായ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കുടിച്ച് കഴിഞ്ഞ് ചായ കുടിച്ച് കുഴങ്ങി ഇന്ന് അടുത്ത ചായ വന്നിരിക്കണ്. പിന്നെ ബോസും പിന്നെ അസിസ്റ്റൻറ്റും താഴത്ത് പോയിരുന്നു. വീണ്ടും ഏതൊരു കല്ല് നോക്കാൻ ഞാനിങ്ങോട്ട് പോന്നു. തണുപ്പാ പുറത്ത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളെ പരിപാടി ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ.